നമസ്കാരം. ഇപ്പോൾ കാസർഗോഡ് ഒരു വലിയ സമരം നടക്കുകയാണ്. ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റ് എം.എൽ. അശ്വിനിയുടെ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത്. വീരവിനായക ദാമോദര സവർക്കറിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യം, അദ്ദേഹത്തിന്റെ ത്യാഗപൂർണമായ ജീവിതത്തെ സംബന്ധിച്ച ഒരു ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തിയതിന് ഒരു അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി വിദ്യാഭ്യാസ വകുപ്പ്. അതിനെതിരെയാണ് എം.എൽ. അശ്വിനിയുടെ ഈ സമരം നടക്കുന്നത് എന്നതാണ്. വീരവിനായക ദാമോദര സവർക്കറിനെ കുറിച്ച് ഒരു ചോദ്യം പോലും ഉണ്ടാകാൻ പറ്റാത്ത രീതിയിൽ അത്രയധികം മോശക്കാരന വ്യക്തിയാണോ അദ്ദേഹം എന്നുള്ളതാണ് പൊതുസമൂഹം ചോദിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് ഇത്തരം ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇദ്ദേഹത്തിനെ എന്തിനാണ് പുകഴ്ത്തുന്നത്? ഇദ്ദേഹത്തെക്കാൾ കൂടുതൽ ശിക്ഷ അനുഭവിച്ച ആൾക്കാരുണ്ട്, വധശിക്ഷ അനുഭവിച്ച ആൾക്കാരുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇദ്ദേഹത്തിന്റെ കാര്യം എന്തിനാണ് ചോദിക്കുന്നത് എന്നതാണ്. ആ ചോദ്യം ഇദ്ദേഹം വായിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഇത് മനസ്സിലാകുന്നില്ല എന്നതാണ്. ആ ചോദ്യം ഇങ്ങനെയാണ്: ഏറ്റവും അധികം കാലം ജയിലിൽ കിടന്ന വ്യക്തി ആര് എന്നതാണ് ആ ചോദ്യപേപ്പറിലെ ചോദ്യം. അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് വീരവിനായക ദാമോദര സവർക്കർ ആണ്. അദ്ദേഹം ജയിലിൽ കിടന്നത് മാത്രമല്ല, ആൻഡമാൻ നിക്കോബാറിലെ ജയിലിലാണ് കിടന്നതാണ് എന്നാണ്. ഇരട്ട ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധേയനായി വീരവിനായക ദാമോദര സവർക്കർ ആൻഡമാൻ നിക്കോബാറിലെ ജയിലിൽ കഴിഞ്ഞു. അത് എങ്ങനത്തെ ജയിലായിരുന്നു? ഒരാൾക്ക് കഷ്ടിച്ച് നിന്നു തിരിയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ജയിൽ, അതും ഏകാന്ത തടവിന് 3ാമത്തെ നിലയിലാണ് അദ്ദേഹത്തെ പാർപ്പിച്ചിരുന്നത് എന്നാണ്. മറ്റ് സഹതടവുകാരുമായിട്ടൊന്നും ഒരു രീതിയിലുള്ള ഒരു ബന്ധം പുലർത്തുവാനുള്ള ഒരു സാഹചര്യം പോലും ആ ജയിലറയിൽ ഇല്ലായിരുന്നു എന്നതാണ്. അത് മാത്രമല്ല, ദിവസം 30 പൗണ്ട് എണ്ണയാണ് ആട്ടി നൽകേണ്ടത്. എള്ളെണ്ണ ആട്ടി നൽകണം. ഒരു കാളയേക്കാൾ കൂടുതൽ എള്ളെണ്ണ അദ്ദേഹം ആട്ടി നൽകേണ്ടതുണ്ടെന്ന്. അത്ര ക്രൂരമായ രീതിയിലുള്ള ശിക്ഷയായിരുന്നു വി.ഡി. സവർക്കറിന് ആൻഡമാനിലെ ജയിലിൽ കൊടുത്തിരുന്നത്. അദ്ദേഹത്തെ വലിയ അപകടകാരിയായിട്ടാണ് ബ്രിട്ടീഷ് സർക്കാർ കണ്ടിരുന്നത് എന്നതാണ്. സ്വാതന്ത്ര്യ സമര സേനാനികൾ 2 തരത്തിലാണ്, അതായത് ഭീകരവാദികളും അല്ലെങ്കിൽ മിതവാദികളും. അതിനേക്കാൾ കുറച്ചുകൂടി ഗ്രേഡ് കൂടിയ ആളായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. കാരണം അദ്ദേഹത്തെ റവല്യൂഷണറി ടെററിസ്റ്റ് എന്ന 3ാമത്തെ വിഭാഗമായിട്ടാണ് ബ്രിട്ടീഷുകാർ കണക്കാക്കുന്നത്. ഏറ്റവും അപകടകാരികളായിട്ടുള്ള വ്യക്തികളായിട്ടാണ് ഇത്തരത്തിലുള്ള ആൾക്കാരെ കണ്ടിട്ടുള്ളത്. അതാണ് ഭഗത് സിംഗിനും ചന്ദ്രശേഖർ ആസാദിനും ഒക്കെ അത്തരത്തിലുള്ള വ്യക്തികളായിട്ടാണ് പരിഗണിച്ചിരുന്നത്. അങ്ങനെയുള്ള വീരവിനായക ദാമോദര സവർക്കറിനെയാണ് ആൻഡമാനിലെ ജയിലറകളിൽ കഴിയുവാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് കോടതി നിർദ്ദേശിച്ചത്. അത്തരത്തിലുള്ള ശിക്ഷയാണ് അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അങ്ങനെ ഒരാളിനെയാണ് ഇവർ നാളിതുവരെയുള്ള കാലത്ത് അപമാനിച്ചത് എന്നതാണ്. ഇപ്പോഴും മാധ്യമങ്ങളിലൂടെ പലരുടെയും കയ്യടി കിട്ടുവാൻ വേണ്ടിയിട്ട് ചരിത്രബോധമില്ലാത്ത പല അവതാരകരും അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നു എന്നതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു വിഷയം. ഇത് എങ്ങനെയാണ് ഇവർക്ക് ചെയ്യുവാൻ കഴിയുക? അക്ഷരാർത്ഥത്തിൽ ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഭരണഘടനയിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിക്കരുത് എന്നത് ഒരു ക്ലോസ് തന്നെയുണ്ട്, എന്നൊരു ആർട്ടിക്കിൾ തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ, അല്ലെങ്കിൽ അത് ശിക്ഷ, പണിഷബിൾ ആയിട്ടുള്ള ഒരു സിവിക് ഡ്യൂട്ടിയാണ്, ഒരു പൗരധർമ്മമാണ്. അങ്ങനെ ഇരിക്കെ എന്തിനാണ് ഇത്തരത്തിലുള്ള അവതാരകർ ഈ രീതിയിൽ വീരവിനായക ദാമോദര സവർക്കറിനെ അപമാനിക്കുന്നതെന്ന് അറിയില്ല. അങ്ങനെയെങ്കിൽ കേസ് എടുക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ വിഷയങ്ങളൊക്കെ വരുമ്പോൾ കേസ് എടുക്കാത്തത്? സവർക്കറിനെ പോലുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയെ അധിക്ഷേപിക്കുമ്പോൾ ഇവിടെ അപമാനിച്ചിരിക്കുന്നത് അവതാരകരോ സാധാരണ വ്യക്തികളോ അല്ല, മന്ത്രിയാണ്. അതായത് സ്വജനപക്ഷപാതപരമായിട്ട് പെരുമാറില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ മന്ത്രിയാണ് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെ കുറിച്ചുള്ള ചോദ്യം ഉണ്ടായപ്പോൾ തന്നെ അസഹിഷ്ണുതാപരമായിട്ടുള്ള ഒരു പെരുമാറ്റം നടത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ആൾക്കാരൊന്നും തന്നെ ഒരു മന്ത്രിയായിരിക്കുവാൻ ഒട്ടും തന്നെ യോഗ്യമല്ല. അതിനെതിരെ ശക്തമായ രീതിയിലുള്ള സമരം തന്നെ പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. നെഹ്റു ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇത്തരത്തിലുള്ളതായിട്ടുള്ള മാപ്പപേക്ഷകൾ നടത്തിയിട്ടുണ്ട്. നാഭ ഇൻസിഡന്റ് എന്ന് പറഞ്ഞ 1923 ഒരു സംഭവമുണ്ട്. ആ സംഭവത്തെ തുടർന്ന് ആ പ്രോവിൻസിൽ നിന്ന് തന്നെ ഞാൻ പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി നൽകുകയായിരുന്നു നെഹ്റുവിന് മെയിൻ ലാൻഡിലായിരുന്നു, അതായത് ഇന്ത്യയുടെ പ്രധാന ഭൂമികയിലായിരുന്നു നെഹ്റുവിനെയൊക്കെ ശിക്ഷയ്ക്ക് വിധിച്ചത് എന്നുള്ളതാണ്. അവർക്ക് ക്ലാസ് ജയിലുകളാണ് കൊടുത്തിരുന്നത്. കിടന്നുറങ്ങുവാൻ വേണ്ടിയിട്ട് കട്ടിലുണ്ടായിരുന്നു, പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ സുഖ സൗകര്യത്തോടു കൂടി നെഹ്റു ഉൾപ്പെടെയുള്ള ആൾക്കാർ ജയിലറകളിൽ കഴിഞ്ഞപ്പോൾ 30 പൗണ്ട് എണ്ണയുമാട്ടി വളരെ
ഇടുങ്ങിയ ഒരു ജയിലിലായിരുന്നു VD സവർക്കർക്ക് കഴിയേണ്ടി വന്നത്. അത്തരത്തിൽ കഴിഞ്ഞ ഒരു ധീരദേശാഭിമാനിയെ വളരെയധികം ത്യാഗനിർഭരമായ ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചിരുന്നത് എന്നതാണ്. ഈ രാഷ്ട്രത്തിന് മുതൽക്കൂട്ടായ വ്യക്തിയായിരുന്നു അദ്ദേഹം. പിന്നീട് ഈ ജയിൽ മോചിതനായതിന് ശേഷം പോലും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. ബാലഗംഗാധര തിലകനെ പോലുള്ള ആൾക്കാർ മനിലയിലെ ജയിലിൽ നിന്ന് ജയിൽ മോചിതനാകുന്നതിന് വേണ്ടിയിട്ട് മാപ്പപേക്ഷ ചെയ്തിട്ടുണ്ട്. ആ മാപ്പപേക്ഷയെക്കുറിച്ചുള്ള തെളിവുകൾ ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ മഹാന്മാരായിട്ടുള്ള ആൾക്കാർ അവരുടെ ജീവിതം മുഴുവൻ ജയിലിൽ ഹോമിക്കേണ്ടതല്ല, മറിച്ച് ഭാരതത്തിലേക്ക് വന്നതിന് ശേഷം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടവരാണവർ. അങ്ങനെ പ്രവർത്തിക്കേണ്ട ആൾക്കാർ നിരന്തരം അനാദികാലത്തോളം ജയിലിൽ കഴിഞ്ഞുകൊണ്ട് ഈ രീതിയിൽ എന്തിനാണ് കഷ്ടപ്പെടുന്നതെന്ന് സ്വാഭാവികമായി യുക്തിഭദ്രമായി സ്വാതന്ത്ര്യ സമര സേനാനികൾ ചിന്തിക്കാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇത്തരത്തിലുള്ളതായുള്ള കാര്യങ്ങളും പോംവഴികളും ഉണ്ടാക്കിയെടുത്തുകൊണ്ടുള്ള സമീപനം സ്വീകരിക്കുന്നത്. അത് സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് നിഷിദ്ധമായ കാര്യമൊന്നുമല്ലായിരുന്നു. അവർ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ തന്നെ ജയിലറകളിൽ കഴിയേണ്ടി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ജയിലറകളിൽ കഴിയുന്നത് മാത്രമല്ല, ദീർഘനാൾ അവരവിടെ കഴിയുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിനുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തിൽ നേതൃപാഠവുമുള്ള വ്യക്തികൾ ജയിലിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ദുർബലമാകുന്നതിന് തുല്യമായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള രീതികൾ അവലംബിക്കുന്നത്. പക്ഷെ അത് മനസ്സിലാകാതെ ആധുനിക സമൂഹത്തിനകത്ത് വന്ന് തെറ്റിദ്ധാരണ പെടുത്തുന്ന രീതിയിൽ ഇത്തരം ഡിജിറ്റൽ രംഗത്ത് സോഷ്യൽ മീഡിയയിലാണ് വളരെ വ്യാപകമായിട്ട് ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ, ചില പ്രത്യേക പാർട്ടികൾ, ഈ ഭീകരവാദവുമായി ബന്ധപ്പെട്ട പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവർ ഈ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ വീരവിനായക ദാമോദര സവർക്കറിനെ പോലുള്ള ആൾക്കാരെ എതിർക്കുന്നത്. അവരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അരുൺകുമാറിനെ പോലുള്ള ആൾക്കാർ ഇത്തരത്തിൽ വന്ന് അവരുടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ഈ രീതിയിൽ അദ്ദേഹത്തെ അപമാനിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതിനെ പങ്കുപറ്റിക്കൊണ്ട് കോൺഗ്രസിൻ്റെ തന്നെ വ്യക്തിത്വങ്ങൾ പലപ്പോഴായി വന്ന് VD സവർക്കറിനെ അന്യായമായ രീതിയിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയും ഇകഴ്ത്തി കാണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എത്തരത്തിലുള്ള ആളായിരുന്നു വീരവിനായക ദാമോദര സവർക്കർ? 1904 അഭിനവ് ഭാരത് എന്ന ഓർഗനൈസേഷൻ ഉണ്ടാക്കിയ വ്യക്തിയാണ് വീരവിനായക ദാമോദര സവർക്കർ. അദ്ദേഹം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ധീരന്മാരായിട്ടുള്ള ഒരുപാട് വിപ്ലവകാരികൾ കടന്നു വന്നിട്ടുണ്ട്. മദൻലാൽ ധിംഗ്രയെ പോലുള്ള ആൾക്കാർ, ഭഗത് സിംഗിനെയോ മദൻലാൽ ധിംഗ്രയെയോ അല്ലെങ്കിൽ ചന്ദ്രശേഖർ ആസാദിനെയോ പോലുള്ള ആൾക്കാർ ഈ രീതിയിലാണ് കടന്നു വന്നത്. ഭികാജി കാമയ്ക്ക് ശേഷം ഏറ്റവും വലിയ വിപ്ലവകാരികളിൽ ഒരാളായിരുന്നു വീരവിനായക ദാമോദര സവർക്കർ. ഗാന്ധി പോലും അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധി ഭാരതത്തിൻ്റെ രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന നിലയിലാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയതും അദ്ദേഹത്തിന് വേണ്ടി സ്റ്റാമ്പുകൾ പുറത്തിറക്കിയതും. അങ്ങനെ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിമാർ തന്നെ ഏറ്റവും അധികം അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയെയാണ് ഇவ்விധം അപമാനിക്കുന്നത് എന്നതാണ്. നെഹ്റു ഒരിക്കൽ ചത്ത കുതിരി എന്ന് അധിക്ഷേപിച്ച മുസ്ലിം ലീഗാണ് ഈ കാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് മറ്റൊരു വിരോധാഭാസം. ഇന്ത്യയുടെ വിഭജനത്തിന് കാരണമായ ഒരു ഓർഗനൈസേഷനാണ് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള മുസ്ലിം ലീഗ് യഥാർത്ഥത്തിൽ കുറ്റപ്പെടുത്തുന്നത് ദേശീയവാദിയായ വീരവിനായക ദാമോദര സവർക്കറിനെയാണ്. ദേശീയവാദിയായ VD സവർക്കറിനെ കുറ്റപ്പെടുത്തുന്നത് രാജ്യത്തിൻ്റെ വിഭജനത്തിന് കാരണമായ ഒരു സംഘടനയാണ്. പലപ്പോഴും ഇന്ത്യയുടെ വിഭജനത്തിനെ മാത്രമല്ല, ഇങ്ങ് കേരളത്തിൽ പോലും ഇത്തരത്തിലുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സ്വാതന്ത്ര്യം കിട്ടുന്നതിനോടനുബന്ധമായുള്ള സമയങ്ങളിൽ ഈ മുസ്ലിം ലീഗൊക്കെ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംഘടന ഈ രീതിയിൽ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള ആൾക്കാരെ ഈ വിധം കളിയാക്കുന്ന തരത്തിലുള്ള സമീപനങ്ങൾ കാണിക്കുവാൻ പാടില്ല. അധ്യാപകരെ, ആ ചോദ്യം ചോദിച്ച അധ്യാപകനെ എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ സസ്പെൻഡ് ചെയ്തത്? എന്ത് തെറ്റാണ് അദ്ദേഹം ചെയ്തത്? രാജ്യത്തെ അനുകൂലിച്ചതാണോ? രാജ്യത്തിന് വേണ്ടി സമരം ചെയ്ത ആൾക്കാരെ അനുകൂലിച്ചതാണോ? ഇത് തുറന്നു പറയേണ്ടതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.